ഹായ് ഓൾ, വെൽക്കം ബാക്ക് അവർ ചാനൽ. ഇന്ന് നമുക്കൊരു ക്രിസ്മസ് സ്പെഷ്യൽ ജാം പേസ്ട്രിയുടെ റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പേസ്ട്രിയാണിത്. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പി കൂടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോയാലോ? അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഞാനിവിടെ ഒരു 1/3 കപ്പ് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആ കൂടെ തന്നെ റൂം ടെമ്പറേച്ചറിലുള്ള ഒരു 1/3 കപ്പ് പാലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി രണ്ടും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാവേ. അതിലേക്ക് ഒരു 1/2 കപ്പ് മൈദ ഒന്ന് അരിച്ച് ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒന്നും ചേർക്കണ്ട, മൈദ മാത്രം മതി. 1/2 കപ്പ് അളവാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ മൈദയൊക്കെ ഇവിടെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ മിക്സാക്കി എടുക്കണം കേട്ടോ. ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 5 മുട്ടയാണ്. അപ്പം മുട്ടയുടെ വൈറ്റും യോക്കും സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മൈദയിലേക്ക് 5 മുട്ടയുടെ യോക്കും ഒരു 2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ട് അതും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. എല്ലാവർക്കും തോന്നും മുട്ടയുടെ സ്മെല്ലൊക്കെ ഉണ്ടാവുമെന്ന്. ഒരു സ്മെല്ലും ഇല്ല കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന 5 മുട്ടയുടെ വെള്ളയാണിത്. അതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ വിനീഗറോ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ നാരങ്ങാ നീരോ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് ഒരു 1/3 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുവാണേ. പൊടിക്കാതെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീമൊക്കെ ബീറ്റ് ചെയ്തെടുക്കുന്നത് പോലെ ഈ മുട്ട വെള്ളം നല്ല സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. എഗ് വൈറ്റും യോക്കും സെപ്പറേറ്റ് ചെയ്ത സമയത്തുണ്ടല്ലോ, എഗ് വൈറ്റിലേക്ക് ഒരു തുള്ളി വെള്ളമോ അല്ലെങ്കിൽ ആ എഗ് യോക്കിൻ്റെ ഒരു അംശം ഒന്നും ഇതിലേക്ക് വീഴരുത് കേട്ടോ. അങ്ങനെ വീണ് കഴിഞ്ഞാൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഈ ഒരു എഗ് വൈറ്റ് നല്ല സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്ത് കിട്ടത്തില്ല. അപ്പോൾ ആ കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ ദേ ഇവിടെ നന്നായിട്ട് ഇതുപോലെ ബീറ്റാക്കി എടുത്തിട്ടുണ്ട്. പാത്രം കമഴ്ത്തി നോക്കിയാൽ പോലും താഴോട്ട് പോകാത്ത രീതിയിലാണ്. ഇനി നമുക്ക് ആ എഗ് വൈറ്റ് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ എഗ് യോക്കിൻ്റെ മൈദയുടെയൊക്കെ ഒരു മിക്സിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ആ എഗ് വൈറ്റും എഗ് യോക്കിൻ്റെ മിക്സ് നന്നായിട്ട് യോജിച്ച് വരണം. നമ്മൾ യോജിച്ചെന്ന് വിചാരിച്ചിരുന്നാലും ചിലപ്പോൾ അടിഭാഗത്തൊക്കെ എഗ് യോക്കിൻ്റെ ഒരു മിക്സ് ഉണ്ടാവും. അപ്പോൾ സ്പാച്ചുല വെച്ചിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് മിക്സ് ആയില്ലെങ്കിൽ കാണാം. അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ആയില്ലെങ്കിൽ കേക്ക് ബേക്കായി വരുന്ന സമയത്ത് ഒരു റബ്ബർ പോലെ ഉണ്ടാവും. കറക്റ്റ് ആ ഒരു ടെക്സ്ചറിൽ കിട്ടത്തില്ല. അപ്പോൾ ആ കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് മുഴുവൻ എഗ് വൈറ്റും ചേർത്തിട്ട് ഇവിടെ കേക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാവേ. അപ്പോൾ എഗ് വൈറ്റ് മുഴുവനും ചേർത്ത് കൊടുത്തിട്ട് ഇവിടെ കേക്ക് ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ വേണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇത് ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 12 ഇഞ്ചിൻ്റെ സൈസിലുള്ള ഒരു ബേക്കിംഗ് ട്രേ ആണ് എടുത്തിരിക്കുന്നത്. 12-12-1 ഇതിൻ്റെ അളവ് വരുന്നത്. അപ്പം ബട്ടർ പേപ്പറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് സ്പാച്ചില വെച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാവേ. എല്ലായിടത്തും ആകത്തക്ക രീതിയിൽ നമുക്കൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഞാൻ ഓവനിലാണ് കേക്ക് ബേക്ക് ചെയ്യുന്നത്. 180 ഡിഗ്രി സെൽഷ്യസിൽ ഓവൻ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം 25 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഈ കേക്ക് പെട്ടെന്ന് തന്നെ ബേക്കായി കിട്ടും കേട്ടോ. പിന്നെ ഓരോരുത്തരുടെ ഓവൻ്റെ ടെമ്പറേച്ചറിനൊക്കെ അനുസരിച്ച് ബേക്കിങ്ങിൻ്റെ സമയം മാറ്റം വരും. അപ്പോൾ എല്ലാം ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ട് ബേക്കിംഗ് ടിന്ന് നന്നായിട്ടൊന്ന് ടാപ്പ് കൂടി ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ പാത്രത്തിൽ നിന്നും പെട്ടെന്ന് തന്നെ ഒന്ന് ഡീമോൾഡ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ കേക്ക് ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ വേഗം തന്നെ അത് പുറത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ജാം ഫില്ലിങ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മിക്സഡ് ഫ്രൂട്ട് ജാമാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അത്രത്തോളം ഒരു ബൗളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ആവശ്യത്തിന് ജാം എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതേപടി തന്നെ സ്പ്രെഡ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ ഒരു ഗ്ലേസ് ജെല്ലുണ്ടല്ലോ, കേക്കിൻ്റെ മുകളിലൊക്കെ ഒഴിക്കുന്ന ന്യൂട്രൽ ഗ്ലേസ് ജെല്ല്, അതും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്യുന്നുണ്ട്. അതും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് രണ്ടും കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ.
ഈ ഒരു ഗ്ലേസ് ജെല്ല് ചേർക്കണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. ജാം മാത്രം മതി. ഞാൻ സ്പ്രെഡ് ചെയ്യാനായിട്ട് കുറച്ച് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ആ ഒരു ജെല്ലും കൂടി ചേർത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കേക്ക് ഞാൻ ഇതുപോലെ ഒരു 3 പീസാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്കിൻ്റെ ഓരോ ലെയറിലും ജാം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ജാം മാത്രമല്ല കേട്ടോ, നമുക്ക് ക്രീമോ ഏത് ഇഷ്ടമുള്ള ഫ്ലേവറിലുള്ള ക്രീമൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ദേ ഇവിടെ ആദ്യത്തെ ലെയറിൽ ജാം തേച്ച് കൊടുത്തു. അതുപോലെ തന്നെ രണ്ടാമത്തെ ലെയറിലും മൂന്നാമത്തെ ലെയറിന് മുകളിലായിട്ട് നമുക്ക് ജാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ 3 ലെയറിൽ ജാമൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തൊന്ന് ലെവലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിന് മുകളിലായിട്ട് എനിക്ക് കഴിഞ്ഞ ദിവസം മിൽക്കി ബട്ടർ സ്കോച്ചിൻ്റെ ഒരു ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ബാക്കി വന്ന ആ ഒരു പ്രലൈനും വൈറ്റ് ചോക്ലേറ്റിൻ്റെ മിക്സും കൂടെയാണ് കേട്ടോ ഞാൻ മുകളിൽ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ മിസ്സായിട്ടുണ്ട്. അതിന് പകരം നമുക്ക് ഐസിങ് ഷുഗർ ഇട്ട് കൊടുക്കാം. അതുപോലെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് കുറച്ചുകൂടി നല്ല ടേസ്റ്റി ആയിരിക്കും, അത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പീസാക്കി കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ജാം കേക്കൊക്കെ ഇവിടെ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കേക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വേറൊരു കിഡിലിന റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.